ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് BPL കൂട്ടുപാത. ഈ കാണുന്ന പാലക്കാട് കോയമ്പത്തൂർ ആയാലും അതുപോലെ തൃശ്ശൂർ ഹൈവേ ആണ് കാണുന്നത്. അതിൽ BPL കൂട്ടുപാതയാണ് കാണുന്നത്. ഈ BPL കൂട്ടുപാത ജംഗ്ഷനിൽ നമുക്ക് കറക്റ്റ് ഒരു പൊള്ളാച്ചി റൂട്ടിലൊരു 6 കിലോമീറ്റർ വിട്ടിട്ട് ഈ കാണുന്നത് പൊള്ളാച്ചിക്ക് 34 കിലോമീറ്റർ നമുക്ക് ഈ സ്റ്റോപ്പിൽ നിന്ന് വരുന്നുണ്ട്. ബസ് റൂട്ട് വരുന്ന ഈ ഒരു ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു 100 മീറ്റർ മാത്രമാണ് നമ്മൾ പോകേണ്ട പ്രോപ്പർട്ടിക്കുള്ളൂ. ഇതാണ് എലപ്പുള്ളി ഗവൺമെൻറ് APHSS. ഇതിൻ്റെ അടുത്ത് നമുക്കൊരു 100-150 മീറ്ററിൻ്റെ അത്ര ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിക്ക് വരുന്നുള്ളൂ. ടോട്ടൽ പറഞ്ഞാൽ 8 സെൻറ്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റ് വീടാണ്. വീടിപ്പോൾ പണിയെല്ലാം കഴിഞ്ഞ് ഇരുന്നിട്ട് ഒരു 3 ഇയേഴ്സിൻ്റെ അടുത്ത് മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞിട്ട് ഏകദേശം 2018 സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത്, ബാക്കി കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വീട്ടിൽ താമസമായിട്ട് ഇപ്പോൾ ഒരു 3 വർഷത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ. ടോട്ടൽ 4 ബെഡ്റൂമാണുള്ളത്. 4 ബെഡ്റൂമും അറ്റാച്ച്ഡാണ്. നല്ല രീതിയിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് നല്ല ടൗണിനടുത്ത് തന്നെ. ഇപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ പൊള്ളാച്ചി ഹൈവേ, അതുപോലെ തന്നെ നമുക്ക് കൂട്ടുപാതയൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു 10 മിനിറ്റ് മതി BPL കൂട്ടുപാതയിൽ നിന്ന് ഇവിടെ എത്താനായിട്ട്. ഈ ഒരു വീടിൻ്റെ അടുത്ത് നിന്ന് പൊള്ളാച്ചിക്ക് ഒരു 34 കിലോമീറ്റർ, പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിലേക്ക് 34 കിലോമീറ്റർ ഉണ്ട്. ഒരു 35-40 മിനിറ്റ്സിലൊക്കെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും. വീടിൻ്റെ ചുറ്റുവട്ടം അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഫ്രണ്ടിൽ നമ്മൾ കണ്ടു ഒരു 2-3 കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ അത്യാവശ്യം സ്പേസ് ഇവിടെ വരുന്നുണ്ട്. ബാക്കിലും അത്യാവശ്യം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. റൈറ്റ് സൈഡിലായാലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ ഒരു നായ്ക്കൂടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. എല്ലാ റൂമിലും AC ഫിറ്റഡ് ആണ്. ഇപ്പോൾ ഇതാണ് കിച്ചൻ്റെ സൈഡ് ഏരിയ. ഇതവിടെ ബോർവെൽ നമുക്ക് കാണുന്നുണ്ട്. ഫ്രണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ശാന്തമായിട്ടുള്ള ഏരിയ. എന്നാൽ ഹൈവേന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് പൊള്ളാച്ചി റൂട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 150 മീറ്റർ മാത്രമാണ്. 100 മീറ്റർ അത്രയും പറയാൻ പറ്റുള്ളൂ. അത്രയും അടുത്താണ് വീടുള്ളത്. വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള 2 ബാൽക്കണി ഉണ്ട് ഇതിനകത്ത് കേട്ടോ. കയറി വഴിക്കാൻ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു സിറ്റ് ഔട്ട് ഏരിയ കാണുന്നുണ്ട്. ഫ്രണ്ടിലൊക്കെ ടൈൽസ് വെച്ച് പതിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് അഴുക്കുകളൊന്നും അത്ര നല്ല മോഡേൺ ലുക്കിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ നല്ല കംപ്ലീറ്റ് ഡോറും വിൻഡോസും കാര്യങ്ങളൊക്കെ തേക്കിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കയറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇതിനോട് ചേർന്ന് തന്നെയാണ് ഈ ഹാളിൽ തന്നെയാണ്, ഈ ലിവിങ് സ്പേസിൽ തന്നെയാണ് ഒരു പൂജാ റൂമും കൊടുത്തിരിക്കുന്നത്. പൂജാ റൂമാണ് ജസ്റ്റ് ഒരു പൂജാ റൂമിൻ്റെ ഒരു മരത്തിൻ്റെ ഒരു വുഡൻ പൂജ സെറ്റാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാളിലൊക്കെ നല്ല ടൈൽസ് വെച്ച് നല്ല സ്റ്റൈലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡൈനിങ് സ്പേസ്, ഹാളിൽ നിന്ന് സെപ്പറേഷനായിട്ട് നമുക്ക് ഡൈനിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസിൽ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാതിരി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം കാണാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള വലിയൊരു ബെഡ്റൂം തന്നെയാണ്. എല്ലാ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. സോ ഇതിനോട് ചേർന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അറ്റാച്ച്ഡ് ആയിട്ട് വാഷ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് താഴത്തെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുമ്പോൾ സ്റ്റെയർ ഏരിയ ഉണ്ട്. ഇവിടെ ഡൈനിങ് സ്പേസ് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നല്ല സ്പേസ് ഉള്ള റൂമുകളാണ് ഓരോന്നും കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആ ഒരു ഏരിയ മൊത്തം ടൈൽസ് പതിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അഴുക്കൊന്നും എവിടെയും പെടില്ല, കൈ വാഷ് ചെയ്യുമ്പോൾ ഒന്നും. ഇത് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഇത് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് കുറച്ച് ചെറുതാണ്. ഇതിന് സ്റ്റെയറിൻ്റെ താഴത്ത് തന്നെയാണ് ഇവിടുത്തെ വാഷ്റൂമും കൊടുത്തിരിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇതിലൊക്കെ ഷെൽഫിലൊക്കെ നമുക്ക് അലുമിനിയം ഫാബ്രിക്കേഷൻ ഡോറും കാര്യങ്ങളും കൊടുത്താൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ 2 ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിൽ കംപ്ലീറ്റ് വാൾഡ്രോപ്സും കബോർഡുകളും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കൊടുത്തിരിക്കുന്നത്, നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. മേലെ നമുക്ക് 3 സൈഡിൽ നമുക്ക് ആ വാൾഡ്രോപ്സ് കാണാൻ പറ്റും. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ സ്പേസ് ഉണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ നായ്ക്കൂടൊക്കെ ഉള്ള ഏരിയയിലേക്ക് നമുക്ക് വെളിയിലോട്ട് എൻട്രി കിട്ടും. ഓക്കെ, ഇത് ആൾ ചാടി വരാണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കിച്ചണിൻ്റെ ഏരിയ നോക്കാം.
വർക്ക് ഏരിയ സ്പേസ്. കിച്ചണിൻ്റെ ഏരിയയിൽ കണ്ടില്ല 3 മേലെ നോക്കുമ്പോൾ ടോട്ടലി കബോർഡ് വർക്ക് കംപ്ലീറ്റഡ് ആണ്. 3 സൈഡും എല്ലാം കബോർഡ് ഉണ്ട്. ഓക്കെ, വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത് കേട്ടോ. വടക്ക് ഫേസ് ചെയ്തിട്ടാണ് വീടുള്ളത്. സ്റ്റെയർ ഇനി ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമുക്ക് നോക്കാം. താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ കണ്ടു. 2 ബെഡ്റൂമും ഹാളും ഡൈനിങ് ഹാളും കിച്ചണും വർക്ക് ഏരിയയും എല്ലാം ചേർന്നിട്ടുള്ളതാണ് താഴെ ഗ്രൗണ്ട് ഫ്ലോർ. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ലിവിങ് സ്പേസ്. ഇപ്പോൾ ഫുള്ള് മഴയും കാര്യമൊക്കെ ആയതുകൊണ്ട് കംപ്ലീറ്റ് എല്ലാവരുടെയും തുണികൾ കാണാം. അത്യാവശ്യമൊക്കെ മാറ്റിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും ഉണങ്ങാത്തതുകൊണ്ട് പല ഭാഗങ്ങളിൽ നമുക്ക് വെക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വലുപ്പമുള്ളൂ. ഇവിടെ മേലത്തെ റൂമുകളിലൊക്കെ വന്നിട്ട് സീലിംഗ് വന്നിട്ട് ചെരിച്ചാണ് വാർത്തിരിക്കുന്നത്. ഏരിയ വന്നിട്ട് ചെരിച്ചാണ് വാർത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നമുക്ക് ഡ്രസ്സിങ് റൂമും കാണുന്നുണ്ട്. ഇവിടെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, മേലേക്ക് ചെരിച്ചാണ് വാർത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങിക്കാൻ അതേ ലിവിങ് സ്പേസിൽ നിന്ന് നമുക്ക് അടുത്ത ഒരു ഓപ്പൺ ടെറസ് ഉണ്ട് ബാക്ക് സൈഡിൽ. നമുക്ക് കയറി വരുമ്പോൾ തന്നെയുള്ള ഓപ്പൺ ടെറസ് ബാക്ക് സൈഡിൽ കാണാം. ഇവിടേക്ക് നമുക്ക് പോയി നോക്കാം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഓപ്പൺ ടെറസ് തന്നെയാണ്. കംപ്ലീറ്റ് നല്ല വൈറ്റ് സിമെൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഇരുമ്പിൻ്റെ സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വഴി കയറുമ്പോൾ ഒരു അയലിന് വേണ്ടി കയറ് കെട്ടിയോണ്ട് നമുക്ക് കുറച്ചും കൂടി മേലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ടാങ്കൊക്കെ ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നമുക്ക് ചെരിച്ച് വാർത്തൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അതിൻ്റെ ടോപ്പിലുള്ള ഏരിയ. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നേരെ ഹാളിലേക്ക് വീണ്ടും ആ ലിവിങ് സ്പേസിലേക്ക് ഫാമിലി ലിവിങ് സ്പേസിലേക്ക് കയറുന്നു. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഒരു ബാൽക്കണി ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കബോർഡിനും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുള്ള ഏരിയയാണ്. ഇവിടെ നമ്മൾ നേരെ ഫസ്റ്റ് ഒരു ബാൽക്കണി. നല്ല വ്യൂ ആണ് കേട്ടോ ഫ്രണ്ടിൽ നിന്ന്. അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നല്ല പച്ചപ്പായിട്ട് കിടക്കുന്ന ഏരിയയാണ്. ഇവിടെ നമുക്ക് കാണാം പർഗോളയും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നതൊക്കെ. നല്ല റെഡ് ആൻഡ് ബ്ലാക്കിൻ്റെ കോമ്പിനേഷൻ ടൈൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് അടുത്ത ബെഡ്റൂം കേൾക്കാം. അപ്പോൾ താഴെ നമ്മൾ 2 ബെഡ്റൂം കണ്ടു. മേലെയും നമുക്ക് 2 ബെഡ്റൂമാണ്. ഇത് രണ്ടാമത്തെ ബെഡ്റൂം. ഇതും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ബെഡ്റൂം തന്നെയുണ്ട്. ഇതൊക്കെ ചെരിച്ചാണ് വാർത്തിരിക്കുന്നത്. അതുകൊണ്ട് നല്ല ഹൈറ്റിലുണ്ട്. മേലെയാണെങ്കിലും നമുക്ക് ചൂടത്ര അടിക്കത്തില്ല. ഇവിടെ ഒരു ഡ്രസ്സിങ് റൂമുണ്ട്. ഇതിനകത്തും മേലത്തെ 2 റൂമിനകത്തും ഡ്രസ്സിങ് റൂമുണ്ട്. ഇവിടെ നമുക്ക് വാഷ്റൂം. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു വാഷ്റൂം തന്നെയാണ് ഇതും. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം നല്ലൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ബാൽക്കണി ഇവിടെയുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാം അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ട്. സോ ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. 8 സെൻറ്റ് സ്ഥലം, 2500 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, 2 ബാൽക്കണി ഉണ്ട്, 3 ഫേസ് കണക്ഷനാണ് കേട്ടോ വീടിനകത്തുള്ളത്. നമുക്ക് റോഡിൽ നിന്ന് ബസ് റൂട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ 100 മീറ്ററേ ഉള്ളൂ. കംപ്ലീറ്റ് തേക്ക് വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ തന്നെ പ്ലംബിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പൊള്ളാച്ചിക്ക് നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ 34 കിലോമീറ്റർ ഉണ്ട്. ഒരു 40 മിനിറ്റ്സിനകത്ത് നമുക്ക് പോയി എത്തിപ്പെടാൻ പറ്റും. അതുപോലെ ബസ് റൂട്ടിലേക്ക് നമുക്ക് പോകാൻ വെറും വാക്കബിൾ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 20 മിനിറ്റ്, ഒരു 10-13 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ലുലു മാളിലേക്ക് അതുപോലെ തന്നെ 10-15 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ. ഒരു 20 മിനിറ്റ്സ് തന്നെ ധാരാളം മതി. സോ അങ്ങനെ നമുക്ക് എല്ലാം കൊണ്ടും നമ്മൾ BPL കൂട്ടുപാത എത്തണമെങ്കിൽ നമുക്കൊരു 10 മിനിറ്റ് മാത്രം യാത്ര ആവശ്യമുള്ളൂ. സോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് 8 സെൻറ്റും 2500 സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 75 ലക്ഷം രൂപയുള്ളൂ. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക. അതിനുള്ള ഹെൽപ്പെല്ലാം നമ്മൾ ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാനലിൻ്റെ സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം. അതുകൊണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് നല്ലോണം എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.